രാജ്ഭവനിലെ ഭാരതാംബ ചിത്രം വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ ഒരു വിഷയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. രാജ്ഭവൻ ഏകദേശം ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് ആ കാര്യത്തിൽ. ഇനി ആ ഒരു ചിത്രം അവിടെ കാണുമോ ഇല്ലേ? ഇതിപ്പം ആരുടെ നിർബന്ധപ്രകാരം ചിത്രം ഒഴിവാക്കുന്നത്? ഇപ്പം അടുത്ത ദിവസം അവിടെ ഒരു പ്രഭാഷണമുണ്ട്. ഒരു പ്രഭാഷണ പരമ്പര തന്നെ പുതിയ ഗവർണർ തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഗുരുമൂർത്തിയായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച്. ഈ മാസവും ഉണ്ട്. അവിടൊക്കെ ആ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാകും. ഭാരതാംബയുടെ ചിത്രവും നിലവിളക്കും ഒക്കെ. നിലവിളക്ക് എന്തിനാ ഈ ചിലർക്കൊക്കെ എത്ര ചതുർത്ഥി എന്താ? ഇരുട്ടിനെ ഇഷ്ടമുള്ളവർ നിലവിളക്കിനെ ഇഷ്ടപ്പെടും. നിലവിളക്ക് കൊളുത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് മുസ്ലിം ലീഗിനൊക്കെ ആയിരുന്നു ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പ്രശ്നവും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. പിണറായി വിജയന് ഗുരുദേവൻ്റെ കീർത്തനം കേൾക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കത്തില്ല അല്ലേ? ബാങ്ക് വിളിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ പ്രസംഗിക്കുകയാണെങ്കിൽ പ്രസംഗം നിർത്തുകയോ ചെയ്യും. അപ്പം ഈ ഭാരതാംബയുടെ ചിത്രം എന്ന് പറയുന്നത് CPI-ക്കാരാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയത്. ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമായിരുന്നു. അവർക്ക് ആ ചിത്രമോ വിളക്കുകൊളുത്തലോ അല്ല പിന്നീട് വിഷയമായിട്ട് വന്നത്. അവർ തന്നെ ഒരു ചിത്രം എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അവർ തന്നെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുകയും ചെയ്തു. അവർക്ക് ഭാരതാംബയല്ല പ്രശ്നം, ഭാരതാംബ പിടിച്ച കൊടിയാണ് അവർക്ക് വിഷയമായിട്ട് വന്നത്. പിന്നെ അവർ തന്നെ ഒരു ഭാരതാംബയുടെ സാരിയൊക്കെ മാറ്റി മറ്റേ ത്രിവർണ്ണ പതാകയുടെ സാരിയൊക്കെ ഉടുത്തു എന്നുള്ളൊരു രീതിയിൽ പുതിയൊരു ഭാരതാംബയെ സൃഷ്ടിച്ചിട്ടുണ്ട് CPI. ഇത് തന്നെയാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ, കേരളശ്രീ പുരസ്കാര ദാന ചടങ്ങുകൾ തുടങ്ങിയ പരിപാടികളിൽ നിന്നാണ് ഈ ചിത്രം ഇപ്പോൾ ഒഴിവാക്കിയത്. ഞാൻ ഗവർണർ പറഞ്ഞത് വെറുതെ അടി കൂടാൻ ഞാനില്ല, തർക്കിക്കാൻ ഞാനില്ല, അതുകൊണ്ട് ഞാൻ അതൊരു അയവ് വരുത്തുകയാണ് എന്ന് വെച്ച് ഇവിടുത്തെ രാജ്ഭവനിലെ ഭാരതാംബയൊന്നും ഇവിടുന്ന് എടുത്തു കളയത്തില്ല. അത് സർക്കാരിൻ്റെ ചില ഔദ്യോഗിക ചടങ്ങുകൾക്ക് നമുക്കത് ഉപയോഗിക്കേണ്ട. പക്ഷേ രാജ്ഭവൻ തീരുമാനിക്കുന്ന ഏതൊരു ചടങ്ങിനും ഭാരതാംബ അവിടെ തന്നെ കാണും എന്ന് കൃത്യമായി ഗവർണർ പറഞ്ഞിട്ടുണ്ട്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഇതിന്റെയൊക്കെ വല്ല ആവശ്യങ്ങളുണ്ട്? അല്ല, ചിത്രം ഇപ്പൊ ഒഴിവാക്കണമെന്ന് എവിടുന്ന് അല്ല, പിണറായി വിജയൻ പറഞ്ഞിട്ടില്ല ഒഴിവാക്കണമെന്ന്. പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ കേട്ടോ? എന്താണെന്നറിയാമോ, പിണറായി വിജയൻ പുതിയ ഗവർണറുമായിട്ടൊരു നല്ല സമവായത്തിൽ ഇങ്ങനെ പോവുകയാണ്. വന്നപ്പോഴേ പോയി കാണുകയും ഗവർണറും അങ്ങോട്ട് കാണുകയും ഒന്നിച്ച് പിന്നെ വിരുന്ന് സൽക്കാരത്തിലൊക്കെ പങ്കെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതുകൊണ്ട് കാരണം ഗവർണറുമായിട്ട് ഒരസിക്കൊണ്ട് മുമ്പോട്ടൊരു പോക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പൊക്കെ വരുന്നു, പിണറായി ചെന്ന് കാല് പിടിച്ച് കാണും. എൻ്റെ പൊന്ന് സാറേ, ഇതിൽ നിന്നൊന്നും ഒഴിവാക്കണം. ഇനിയും നിങ്ങൾ ആ വിളക്കെങ്ങാണം കൊളുത്തിയാൽ CPM തീർന്ന്, CPM എന്ന് പറഞ്ഞ പാർട്ടി തീർന്നു. അതുകൊണ്ട് ദയവായി അറ്റ്ലീസ്റ്റ് ഞങ്ങൾ എടുക്കുന്ന ചില ചടങ്ങുകൾക്കെങ്കിലും അതൊന്നും മാറ്റി വെക്കണ്ട, അത് അവിടെ തന്നെ ഇരുന്നോട്ട്. വേറെ എവിടെയെങ്കിലും ഭാഗത്തായിരിക്കുമല്ലോ ഇവർ ഇത് നടത്തുന്നത്. എന്തായാലും തോന്നുമ്പോൾ എടുത്ത് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പം വേറെ ഏതെങ്കിലും ഹോളിലോ അല്ലെങ്കിൽ രാജ്ഭവൻ്റെ വേറെ ഏതെങ്കിലും ഇതിലെങ്ങാണോ നമുക്ക് മാറ്റി ഇത്തരത്തിലുള്ള ചടങ്ങുകളൊക്കെ നൽകാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ആകെപ്പാടെ നാണം കെട്ടിയിരിക്കുകയാണ്. ഇനി അതുകൂടി പറഞ്ഞ് ഗവർണറുടെ കയ്യും കാപ്പം ഗവർണർ എന്തിനാ ഒരാളെ ഓട്ടിച്ച് വിട്ട് ഇനി വീണ്ടും വഴക്കിന്? ഒന്നാതെ അദ്ദേഹത്തിന് പല കാര്യങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇനി ഒരു വഴക്കിന് വയ്യ എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. അതെ, എനിക്ക് തോന്നുന്നത് ഇത് CPI ഉണ്ടാക്കുന്ന ഒരു തലവേദനയാണ്. CPIക്ക് ചില കാര്യങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ദുശാഠ്യം പിണറായി വിജയൻ ഒരിക്കലും മോദി സർക്കാരിനെയോ മോദിയെയോ അങ്ങനെ പഴിചാരാറില്ല. അത് വളരെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നോക്കിക്കൊണ്ടു തന്നെയാണ്. അതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗും BJPയോ നരേന്ദ്രമോദിയോ ഒന്നും അങ്ങനെ കയറി വിമർശിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. നോക്കിക്കോ, നമ്മൾ പഴയ ഇപ്പം പൗരത്വ ഭേദഗതി ബില്ലൊക്കെ വന്നപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളാണ് ആവശ്യപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞ് CPM-കാരാണ് കലഹിച്ചുകൊണ്ടിരുന്നത്. അല്ലാതെ ഒരിക്കലും മോദിക്കും BJP സർക്കാരിനുമെതിരെ അവർ ചലിക്കില്ല എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിലെ രാഷ്ട്രീയ രീതി മാറുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗും ചിലപ്പോൾ BJP-യുമായിട്ട് കൂട്ടുകൂടിയാലും തെറ്റ് പറയേണ്ടതില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരും. കാരണം കേരളത്തിൽ മുസ്ലിം ലീഗ് രാഷ്ട്രീയം ശക്തമാണ്. മാത്രമല്ല, ഒരു വഖഫ് ബില്ല് ഒക്കെ വന്നപ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. മോദി പ്രധാനപ്പെട്ട വ്യക്തികളുമായിട്ട് ചർച്ച നടത്തുകയും
ഇത്തരത്തിൽ വഖഫ് ബില്ലിനെ അനുകൂലിക്കുന്ന ഒരുപാട് സാധാരണക്കാർ മോദിക്ക് കീജയ് വിളിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ BJP എന്നുള്ളത് ഒരു മതവർഗീയ പാർട്ടിയാണ് എന്നൊക്കെ ഭയങ്കര രീതിയിൽ ഒരു കാലത്ത് കൊട്ടിഘോഷിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മത തീവ്രവാദമാണ് എന്നൊക്കെ. ഇപ്പോഴും സംഘപരിവാറിനെ അത്തരത്തിൽ സംഘപരിവാർ ഒരു ഹിന്ദു പ്രസ്ഥാനമാണെങ്കിലും പക്ഷെ BJP അതിൻ്റെ ഒരു ഇതാണ് പാർട്ടാണ് എന്നുള്ള രീതിയിൽ വന്ന ആ ഒരു മാറ്റം ഇപ്പം സംഭവിച്ചിട്ട്. കാരണം അങ്ങനെയല്ല, അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. CPM-ഉം കോൺഗ്രസും പോലെ തന്നെ അതിനും ചില നിലപാടുകളും ആശയങ്ങളും ഉണ്ട്. മാത്രമല്ല മോദിയുടെ ഒരു പ്രഭാവം എന്ന് പറയാൻ അത്തരത്തിൽ മോദി കൈകാര്യം ചെയ്യുന്ന രീതി അങ്ങനെയാണ്. ഇപ്പം ക്രിസ്ത്യൻ വോട്ടുകൾ ഏറ്റവും കൂടുതലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇറക്കിയതും ക്രിസ്ത്യൻ വോട്ടുകൾ നേടാൻ വേണ്ടി കാണിക്കുന്ന ചില തന്ത്രങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. അത് ബിഷപ്പുമായിട്ടുള്ള ഈ പറഞ്ഞോണം മാർപ്പാപ്പയുമായിട്ടുള്ള ബന്ധങ്ങൾ ഒക്കെ മോദി അത് വേണ്ടുന്ന രീതി കൈകാര്യം, ട്രംപുമായിട്ടുള്ള ബന്ധങ്ങൾ, എന്നാൽ ഒരു പക്ഷം മറ്റുള്ള മുസ്ലിം വിഭാഗക്കാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ അതും കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ ഒരു ഭരണം തൃപ്തികരമാണ് പലയിടങ്ങളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ BJP ഇപ്പം അംഗീകരിച്ചു തുടങ്ങി, മറ്റുള്ള മതവിശ്വാസികളും അംഗീകരിച്ചു തുടങ്ങി എന്നുള്ളതാണ് തെളിവ്. അതാണല്ലോ ആ തെളിവാണല്ലോ തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ വിജയം എന്നുള്ളത്. തിരുവനന്തപുരത്ത് ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇത്രത്തോളം എത്തിയ ആ ഒരു ഇത്. അപ്പോൾ BJPയുടെ ആ പഴയ ഇതങ്ങ് മാറി. ഇപ്പോൾ ഒരു പുതിയ തലത്തിലോട്ടാണ് BJP വരുന്നത്. കാരണം ആ ഒരു മത പാർട്ടി എന്നുള്ളൊരു ആ ഒരു ലേബൽ അങ്ങ് മാറ്റി BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അംഗീകരിക്കാൻ പല ആൾക്കാരും, നമുക്ക് PC ജോർജ് ഉൾപ്പെടെയുള്ള വ്യക്തികളാണ്, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള വ്യക്തികളാണ്, ആന്റണി ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് നിൽക്കുന്നത്. അപ്പൊ ഇനിയും ഇത് BJPയുടെ ഒരു ആന്റണി പത്തനംതിട്ട MP ആണ് കോൺഗ്രസിന്റെ. കാരണം പിന്നെ പിണറായി വിജയൻ തന്നെ ആലോചിക്കുന്നുണ്ട്, ഒരു ചിത്രത്തിന്റെ പേരിൽ ഇത്രത്തോളം വലിയ സത്യം പറഞ്ഞാൽ ഇതൊന്നും വലിയ വിഷയമാക്കേണ്ട കാര്യമില്ലായിരുന്നു. ഒരു നിലവിളക്ക് കൊളുത്തി അത് നിങ്ങൾ രാജ്ഭവനിലോട്ട് ചെന്ന ഒരു സംഗതിയല്ലേ. രാജ്ഭവൻ നടത്തിയ ഒരു അത് ഇപ്പോഴും പറയുന്നുണ്ട് ഗവർണർ, രാജ്ഭവൻ നടത്തുന്ന ഒരു പരിപാടിക്കും ആ ചിത്രം എടുത്തു മാറ്റില്ല. ഇനി ഔദ്യോഗിക പരിപാടി, അത് 2 പരിപാടികളുടെ കാര്യമേ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ, സത്യപ്രതിജ്ഞയും കേരളശ്രീ പുരസ്കാരദാന ചടങ്ങും. ആ 2 ഔദ്യോഗിക പരിപാടികൾക്ക് ഒരു വിഷയമുണ്ട്. കാരണം നമുക്കറിയാം കേരളശ്രീ പുരസ്കാരം സത്യപ്രതിജ്ഞ രണ്ടും ഇവിടെ പടം വെച്ചത് അത് രാജ്ഭവൻ നടത്തുന്ന പരിപാടിയാണ്. അപ്പൊ ഈ 2 ഔദ്യോഗിക പരിപാടികൾക്ക് അത് ഒഴിവാക്കാം എന്ന് ഗവർണർ പറഞ്ഞു. കാരണം അത് ഇനി വഴക്കുണ്ടാക്കാൻ വയ്യാത്തത് കൊണ്ടാണ്. സത്യപ്രതിജ്ഞ പോലുള്ളടുത്ത് ഇനി അതൊരു പ്രത്യേകിച്ച് കേരളത്തെ പറ്റി അദ്ദേഹം ഇപ്പൊ ഏകദേശം പഠിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന് ഇനി ഒരു പ്രശ്നം ഉണ്ടാകണ്ട എന്നുള്ള ഒരു നിലപാടായിരിക്കും ഒരു പക്ഷേ പിണറായിയുമായിട്ട് ചർച്ച ചെയ്ത് കാണും. കാരണം ഇനി അത്തരം ചടങ്ങുകൾ കൂടി രാജ്ഭവനിൽ നടത്തിയാൽ അത് പിണറായി വിജയന്റെ LDF സർക്കാരിന് വലിയൊരു നാണക്കേട് മോശമായിരിക്കും, പ്രത്യേകിച്ച് രാജ്ഭവനുമായിട്ടുള്ള ഈ ഒരു അവസ്ഥയിൽ. അപ്പൊ ഇനിയും ഭാരതാംബ ചിത്രം വന്നു കഴിഞ്ഞാൽ അത് ഇവർക്കൊരു നാണക്കേട് തന്നെയാണ്. ഉടനെ തന്നെ എന്തോ ഒരു സംഗതി അവിടെ വരുന്നുണ്ട്, അതിന് മുന്നോടിയായിരിക്കാം ഈ ഒരു പ്രസ്താവന. എന്തായാലും ഗവർണറും പിണറായി വിജയനും തമ്മിൽ എന്തോ ഒരു കൂടിക്കാഴ്ചയും ഒക്കെ നടത്തിയതിന്റെ ഫലമാണ് ഇതിപ്പോൾ ഈ ഒരു അയവ് ഗവർണർ വരുത്തിയത്. ഒരുപക്ഷെ പഴയ ഗവർണർ ആയിരുന്നെങ്കിൽ ഇതുപോലും വരുത്തത്തില്ലായിരുന്നു, മറുപടി കൊടുത്തേനെ തീർച്ചയായിട്ടും, ഇങ്ങോട്ട് വരികയേ വേണ്ടെന്ന് പറഞ്ഞേന് എന്നുള്ള നിലപാടെടുത്തേനെ. പക്ഷേ എന്നാലും ഗവർണർ ഈ കാര്യത്തിൽ ചില അയവ് വരുത്തിയെങ്കിലും മറ്റുള്ള യൂണിവേഴ്സിറ്റി പരമായ സർവകലാശാല ബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു അയവും ഇല്ലാണ്ട് തന്നെ നിൽക്കുകയാണ്. പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. ഇനി ചിലപ്പോൾ ഒരു അയവൊന്നും പിണറായിക്ക് കിട്ടിയെന്ന് വരത്തില്ല.